ഇന്ധന കമ്പനികൾക്ക് നഷ്ടം സംഭവിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ 110 രൂപ കൊടുക്കേണ്ട അവസ്ഥ കേരളീയനുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇന്ധനവില കുറഞ്ഞതാണ് കാരണം എന്നും ആരും പറയുന്നില്ല. ഇന്ധനവില കൂടിയപ്പോൾ, ക്രൂഡ് ഓയിൽ വില കൂടിയപ്പോൾ പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന കാരണത്താൽ ഇന്ധനവില കുറയ്ക്കുന്ന സമീപനമൊന്നുമില്ല, കൂട്ടുന്ന സമീപനം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇന്ധനവില കുറയ്ക്കാൻ അവസരം കിട്ടിയിട്ട് ഈ പെട്രോളിയം കമ്പനിയോ സർക്കാരോ ഇന്ധനവില കുറച്ചോ എന്ന് ചിന്തിക്കുന്ന ജനത പുനഃപരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ക്രൂഡ് ഓയിലിന് ലോക മാർക്കറ്റിൽ $100 താഴെയാണ്. എന്നാൽ $117 ലോക മാർക്കറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 72 രൂപയായിരുന്നു പെട്രോൾ വില. അന്നാണ് ഇന്ത്യയിൽ പെട്രോളിയം കമ്പനികൾക്ക് വില വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂട്ടുവാനും ക്രൂഡ് ഓയിൽ വില കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വില കുറയ്ക്കുവാനും ഉള്ള നിയമം പാസാക്കിയത്. മൻമോഹൻ സിംഗിന് ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോട് വ്യക്തമാക്കേണ്ട കാര്യം, ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില $56 കുറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാതെ കൂട്ടിയത് എന്നതിനാണ് മറുപടി പറയേണ്ടത്. $117 നിന്നും $56 ഇന്ധനവില കുറഞ്ഞപ്പോഴും മലയാളിയും ഇന്ത്യക്കാരനും 100 രൂപയിൽ കൂടുതൽ പെട്രോളിന് കൊടുക്കേണ്ടി വന്നു എന്ന ദുസ്ഥിതി ഈ അവസരത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരുടെ ലാഭത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ആരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നാം തിരിച്ചു ചിന്തിക്കേണ്ട സമയം സംജാതമായിരിക്കുന്നു. ഇപ്പോൾ ഇറാൻ അധിനിവേശം നടത്തുവാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നടപടിക്ക് നിശബ്ദമായ പിന്തുണ നൽകിയ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യയിലെ ജനങ്ങളോട് മിനിമം മാപ്പ് പറയുവാനുള്ള തയ്യാറെടുപ്പെങ്കിലും നടത്തണം എന്ന എളിയ അഭ്യർത്ഥന വയ്ക്കുകയാണ്. കാരണം ഇന്ധനവില കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ വില കൂട്ടുകയാണ് ഈ പെട്രോളിയം കമ്പനിയും കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റും ചെയ്തത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതിലൂടെ ഇന്ത്യയിലെ കുത്തക എണ്ണ കമ്പനികൾക്ക് ലാഭം കൊയ്യുവാനും ശതകോടീശ്വരന്മാരായി വളരുവാനുമുള്ള അവസരം സൃഷ്ടിക്കുവാൻ ഇവർക്ക് യാതൊരു വിധമായ മടിയുമുണ്ടായില്ല. ജനങ്ങളുടെ സേവനവും രാജ്യസ്നേഹവും ഒക്കെ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഗവൺമെൻറ്റാണ് എന്ന് ഈ 2 നടപടികളും താരതമ്യം ചെയ്യുമ്പോൾ ഏതൊരു സാധാരണ പൗരനും മനസ്സിലാവും. ഇവിടെ 2 വീലറും 4 വീലറും ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ കോടീശ്വരന്മാർ ഒന്നും അല്ല എന്നതാണ് വസ്തുത. കേരളത്തിലെ സാധാരണക്കാരുടെ കയ്യിൽ വരെ ഇന്ന് 2 വീലർ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവരും പെട്രോൾ അടിക്കുന്നു എന്ന് നാം കാണണം. എന്നാൽ പെൻഷൻ നൽകുവാനെന്ന പേരിൽ പെട്രോളിൻ്റെ പേരിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്. അതുപോലെ തന്നെ ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോഴും വില കുറയ്ക്കാതിരിക്കാൻ എണ്ണ കമ്പനികളോട് കൂട്ടുചേർന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുവാൻ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റുകൾ രാജ്യത്തിന് അപമാനമാണ്, അപഹാസ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റുകളെ തിരിച്ചറിയുവാൻ എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം അവർ കുഴപ്പത്തിലേക്ക് ചെന്നെത്തും എന്ന യാഥാർത്ഥ്യം നാം ഓർക്കേണ്ട സമയമാണ് ഇപ്പോഴത്തെ ഇന്ധന വില വർധനവിൻ്റെ കാലഘട്ടം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ബഹുരാഷ്ട്ര കുത്തകകളോടും ഇന്ത്യയിലെ വൻകിട പണക്കാരോടും മാത്രം പ്രതിബദ്ധത വെച്ചു പുലർത്തുന്ന സർക്കാർ നമുക്ക് വേണമോ എന്ന് നാം ഓരോരുത്തരും പുനർചിന്തനം നടത്തണം എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു.